എന്താ ഈ വ്യാജ വോട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇതുവരെ മനസ്സിലാക്കാത്തൊരു കാര്യം. കാരണം വ്യാജ വോട്ട് എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ അല്ലെങ്കിൽ ഇല്ലാത്ത ഒരാളുടെ പേരിൽ വോട്ടുണ്ടാക്കി കഴിഞ്ഞാൽ വ്യാജ വോട്ടാണ്. വീട്ടുടമ അറിയാതെ പേര് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വ്യാജ വോട്ടാണ്. ആ രീതിയിലാണ് പൂങ്കുന്നത്തെ ഫ്ലാറ്റിൽ. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചതല്ലേ? പരാതി കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നല്ലോ. എന്താ പരാതി കൊടുക്കാതിരുന്നത്? അല്ല, ഇപ്പം വിവരം പുറത്തു വരുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. ആ നാട്ടിൽ വോട്ടർ അല്ലാത്ത ഒരാൾ മറ്റൊരു ജില്ലയിൽ അല്ലെങ്കിൽ ആ ജില്ല കഴിഞ്ഞുള്ള ഒരാൾ അവിടെ വന്ന് പർട്ടിക്കുലർ സമയത്ത് വോട്ടർ പട്ടികയിൽ ചേരുന്നു. ആ വ്യക്തി അത് ബോധപൂർവം ഒരാളെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമല്ലേ, പിന്നീട് അവർ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ അല്ല അങ്ങനെ ചെയ്തതാണോ അല്ലയോ എന്നുള്ളത് ആ ആളല്ലേ പറയണ്ടത്. ബാക്കിയുള്ളവർക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അതായത് ഈ രാജ്യത്ത് ആർക്കും എവിടെയും പോയി താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു സ്ഥലത്ത് ഒരാൾ ചെന്ന് താമസിക്കുന്നു. ആ താമസിച്ചതിന് ശേഷം അയാൾ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു. ആരാ ഇത് പരിശോധിച്ചത്? അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരാ? സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മുഴുവൻ പരിശോധിച്ചത്. ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷം ആർക്കും ആക്ഷേപം ഇല്ലെങ്കിൽ, മാത്രമല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം വോട്ടർ പട്ടിക പരസ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. വോട്ടർ പട്ടിക സ്വകാര്യമായിട്ട് വെക്കുന്നതല്ല. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർ പറയണമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ പറയണം, ആർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇതാരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ ഒരു 11 ആളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏതോ പത്രങ്ങളിൽ കണ്ടത്. 75,000 വോട്ടിന് ജയിച്ച ആൾ ഇനി 11 പേര് കള്ള വോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ജയം ഇല്ലാതാവില്ലല്ലോ. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയും സംഘവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം, ആ ശ്രമമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുൻപ് 25 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പ്രധാനമന്ത്രിമാരാണ് നിയോഗിച്ചത്. അന്നൊന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യതയെക്കുറിച്ച് ആർക്കും സംശയമില്ലായിരുന്നല്ലോ. BJP 2 സീറ്റ് മാത്രം കിട്ടിയിട്ട് പരാജയപ്പെട്ടപ്പോഴും BJP ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചിട്ടില്ല. ഇവിടെ കോൺഗ്രസ് 3 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത അടക്കം ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെയും അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സമീപനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. വളരെ അപകടകരമായിട്ടുള്ളൊരു കളിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. അത് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയും, എനിക്ക് യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. ഇപ്പോൾ മഹാദേവ്പുരയെക്കുറിച്ച് പറയുന്ന ആളുകൾ മഹാരാഷ്ട്രയിൽ ധുലിയെക്കുറിച്ച് എന്താ പറയാത്തത്? 6 അസംബ്ലി സീറ്റിൽ 5 സീറ്റിൽ BJPക്ക് 1,90,000 വോട്ടിൻ്റെ ലീഡ്. 6ാമത്തെ സീറ്റ് എണ്ണിയപ്പോൾ 1,94,000 വോട്ടിൻ്റെ ലീഡ് അവിടെ കോൺഗ്രസിന്. 4,000 വോട്ടിന് കോൺഗ്രസ് ജയിച്ചു. BJPക്കും പറയാമല്ലോ അവിടെ കള്ളവോട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രക്രിയയുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പരാതി ഉണ്ടെങ്കിൽ സത്യവാങ്മൂലം കൊടുക്കുക. പത്രസമ്മേളനത്തിൽ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണം എന്നൊക്കെ പറയുന്നത് രാജ്യത്ത് മറ്റാർക്കും ബാധകമല്ലാത്ത നിയമം രാഹുൽ ഗാന്ധിക്ക് ബാധകമാക്കണം എന്നാണ്. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ ഒരു പൗരനാണെങ്കിൽ ഈ രാജ്യത്തെ MC ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.